നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിൽ തോറ്റ മമതാ ബാനർജി രാജിവെക്കില്ല എന്ന വാശിയിൽ തന്നെ ഇന്ന് അർദ്ധരാത്രി ഈ മന്ത്രിസഭയുടെ കാലാവധി തീരും. അമിത്ഷാ നാളെ കൽക്കത്തയിലെത്തും. വേണ്ടത് എന്താണ് എന്ന് തങ്ങൾക്കറിയാമെന്നാണ് അമിത്ഷാ പറയുന്നത്. മറുവശത്ത് ബംഗാൾ ഗവർണർ ജാഗ്രതയോടെ കരുക്കൾ നീക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയില്ല എന്ന മമതയുടെ വാശിയിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ബംഗാൾ ഗവർണർ. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുൻപാണ് ഗവർണർ CV ആനന്ദ് ബോസിനെ മാറ്റി മറ്റൊരു ഗവർണറെ കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്നത്. ഒരുപക്ഷെ ബംഗാളിൽ ഇത്തരമൊരു കടുത്ത പ്രതിസന്ധി കേന്ദ്രം മുന്നിൽ കണ്ടിരുന്നു. ബംഗാൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് തമിഴ്നാട് ഗവർണറായിരുന്ന RN രവിയുടെ ബംഗാൾ ഗവർണറായുള്ള നിയമനം. മെയ് 7-ാം തീയതിയാണ് മമത മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ട അവസാന ദിവസം. അതിനു മുൻപേ ഇവർ ഗവർണർക്ക് രാജി സമർപ്പിക്കണം. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് തോറ്റാൽ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിമാർ രാജി സമർപ്പിക്കും. കേരളത്തിലെ പിണറായി വിജയൻ ഗവർണർക്ക് ഇക്കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക ദൂതൻ വശം തൻ്റെ രാജിക്കത്ത് കൊടുത്തയച്ചത്. ഇത്തരം ഘട്ടങ്ങളിൽ താൽക്കാലിക മുഖ്യമന്ത്രിയായി തുടരാൻ ഗവർണർ ആവശ്യപ്പെടുകയാണ് പതിവ്. ഒരു കാവൽ മുഖ്യമന്ത്രിയും കാവൽ മന്ത്രിസഭയും. മമതാ ബാനർജി പക്ഷേ താൻ സ്ഥാനമൊഴിയില്ല എന്ന വാശിയിൽ നിലയുറപ്പിച്ചു. ഗവർണർക്ക് ഒരു കാരണവശാലും രാജി നൽകില്ല എന്ന വാശിയിലാണ് മമതാ ബാനർജി. രാജി നൽകിയില്ലെങ്കിൽ മമതയെ പിടിച്ച് പുറത്താക്കാനാണ് ഇപ്പോൾ നിയമവിദഗ്ധർ നൽകുന്ന ഉപദേശം. മുഖ്യമന്ത്രി കസേരയിൽ കെട്ടിപ്പിടിച്ച് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഇരിപ്പ് ഉറപ്പിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസിനെ ഉപയോഗിച്ച് മമതാ ബാനർജിയെ പുറത്താക്കാനാണ് നിയമവിദഗ്ധർ ഉപദേശം നൽകുന്നത് ഗവർണർക്ക്. ഗവർണർ ഒരു കാവൽ മുഖ്യമന്ത്രിയായി മമതയോട് തുടരാൻ ആവശ്യപ്പെടില്ല. പകരം രാഷ്ട്രപതി ഭരണം തന്നെ ഏർപ്പെടുത്തും. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ മമതയ്ക്ക് കൂടുതൽ പിന്തുണ പ്രഖ്യാപിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടു എന്ന നിലയിലെത്തി. തെരഞ്ഞെടുപ്പിൽ താൻ തോറ്റിട്ടില്ല, രാജിവെക്കില്ല. ഇതാണ് മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജിയുടെ നിലപാട്. ഞാൻ തോറ്റിട്ടില്ല, രാജ്ഭവനിലേക്ക് പോകില്ല, രാജി സമർപ്പിക്കില്ല. പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ ആക്രമിക്കപ്പെട്ടു. സ്ത്രീ എന്ന നിലയിൽ എനിക്ക് നേരെ മോശം പെരുമാറ്റമുണ്ടായി. തൻ്റെ വയറ്റിലും മുതുകിലുമൊക്കെ ചവിട്ടി. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് എന്നെ പുറത്താക്കി. CCTV ഒക്കെ ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തികെട്ട കളി കളിച്ചാണ് TMCയെ ബംഗാളിൽ തോൽപ്പിച്ചത് എന്ന് മമത പറയുന്നു. തൻ്റെ യഥാർത്ഥ എതിരാളി BJP അല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ മമത നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിന് കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 1.5 പതിറ്റാണ്ടായുള്ള തൃണമൂൽ ഭരണത്തിന് അന്ത്യം കുറിച്ചു. ആകെയുള്ള 294 സീറ്റിൽ 207 എണ്ണം BJP നേടിയപ്പോൾ തൃണമൂലിന് കിട്ടിയത് വെറും 80 സീറ്റുകൾ മാത്രം. മമതയുടെ സ്വന്തം മണ്ഡലമായ ഭവാനിപ്പൂരിൽ 15,114 വോട്ടുകൾക്കാണ് BJPയിലെ സുവേന്ദു അധികാരിയോട് മമത പരാജയപ്പെട്ടത്. ഗവർണർ RN രവി പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനായി BJPയുടെ നിയമസഭാ കക്ഷി നേതാവിനെ വിളിക്കുന്നതിന് മുൻപ് ഭരണഘടനാ വിദഗ്ധരുടെ ഉപദേശം തേടുന്നു. ഇപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ മനോജ് അഗർവാൾ, ചീഫ് സെക്രട്ടറി ദുഷ്യന്ത് നരിയാല എന്നിവരുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തി. വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ഗസറ്റ് വിജ്ഞാപനം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകം തന്നെ പ്രസിദ്ധീകരിച്ചു. ഇനി ഭരണഘടനാ വ്യവസ്ഥകൾക്കനുസൃതമായി ഗവർണർ തീരുമാനങ്ങൾ കൈക്കൊള്ളും. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 172 പ്രകാരം പശ്ചിമബംഗാൾ നിയമസഭ ബുധനാഴ്ച അർദ്ധരാത്രിയോടെ പിരിച്ചുവിടണം. അതിനുശേഷം ഈ സർക്കാരും അതിൻ്റെ മന്ത്രിസഭയും പിരിച്ചുവിടപ്പെടും. തുടർന്ന് പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതുവരെ ഈ മന്ത്രിസഭയ്ക്ക് ഒരു കാവൽ സർക്കാരായി പ്രവർത്തിക്കാൻ കഴിയും. എന്നാൽ ഗവർണർക്ക് നിലവിലുള്ള സർക്കാരിനെ മാറ്റി കുറച്ച് ദിവസത്തേക്ക് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കഴിയും. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ജന്മദിനമായ മെയ് 9 പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് BJP പറയുന്നു. മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെച്ചില്ല എങ്കിൽ അവരെ എങ്ങനെ പറഞ്ഞുവിടണമെന്ന് തങ്ങൾക്കറിയാമെന്നാണ് അമിത്ഷാ പറയുന്നത്. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വൃത്തികെട്ട കളികൾ കളിച്ചു. അവർ ബലപ്രയോഗത്തിലൂടെ ഞങ്ങളുടെ വോട്ടുകൾ പിടിച്ചെടുത്തു. വോട്ടെണ്ണൽ പിന്നിട്ട് ഒരു ദിവസം കഴിയുമ്പോഴും മമതാ ബാനർജി കട്ടയ്ക്ക് നിൽക്കുന്നു. EVMൽ കൃത്രിമം നടന്നു എന്നതാണ് മമതയുടെ മുഖ്യ ആരോപണം. 100ഓളം സീറ്റുകളിൽ വോട്ടർമാരെ വെട്ടിക്കുറച്ചു. വോട്ടെണ്ണുമ്പോൾ EVMകൾക്ക് 90%, 95% ബാറ്ററി ചാർജ് ചെയ്യാൻ എങ്ങനെ കഴിയും? ബംഗാളിൽ ഇപ്പോൾ TMC നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധി. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെയും അനന്തരവൻ അഭിഷേക് ബാനർജിയുടെയും വസതികൾക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ പോലീസ് വെട്ടിക്കുറച്ചു. കഴിഞ്ഞ 15 വർഷമായി പശ്ചിമ ബംഗാൾ ഭരിക്കുകയാണ് മമതാ ബാനർജിയും തൃണമൂലും. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വൻ ക്രമക്കേടുകൾ നടന്നു എന്ന തൃണമൂലിൻ്റെ ആരോപണം BJP തള്ളിക്കളഞ്ഞു. വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേട് നടന്നു,
വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് കൂട്ടത്തോടെ നീക്കം ചെയ്തു തുടങ്ങിയ പരാതികളാണ് തൃണമൂൽ കോൺഗ്രസും മമതയും ഉയർത്തുന്നത്. തൃണമൂൽ പ്രവർത്തകരെയും കൗണ്ടിംഗ് ഏജന്റുമാരെയും BJP ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തു. കേന്ദ്രത്തിലെ BJP നേതൃത്വം ഭരണ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നാണ് മമത ആരോപിക്കുന്നത്. 148 സീറ്റുകൾ മതി ബംഗാൾ ഭരണത്തിന്. അവിടെ BJP നേടിയത് 206 സീറ്റുകൾ. ഇതിനിടയിൽ പ്രതിപക്ഷം മമതാ ബാനർജിയുടെ പിന്നിൽ അണിനിരക്കുകയാണ്. ഭ്രാന്ത് പിടിച്ചു നിൽക്കുന്ന മമതാ ബാനർജിയെ എങ്ങനെയും അനുനയിപ്പിക്കണം. മമത ഒരിക്കലും വിചാരിക്കാത്ത തലത്തിലാണ് തൃണമൂൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നത്. മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്താൻ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഇപ്പോൾ പശ്ചിമ ബംഗാളിലെത്തി. BJPയുടെ തുടർ വിജയങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാക്കളെ ഒറ്റക്കെട്ടായി നിർത്താനുള്ള ശ്രമങ്ങൾ അഖിലേഷ് യാദവ് തുടക്കമിട്ടു. BJPക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ സഖ്യം ശക്തിപ്പെടണമെന്ന് അഖിലേഷ് യാദവ് പറയുന്നു. ഇതിനിടെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മമതാ ബാനർജിയെ അനുകൂലിച്ച് രംഗത്തെത്തി. അരവിന്ദ് കെജ്രിവാൾ, ഉദ്ധവ് താക്കറെ, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ്, ഹേമന്ത് സോറൻ എന്നിവരിൽ നിന്ന് ഉറച്ച പിന്തുണയാണ് തനിക്ക് ലഭിക്കുന്നത് എന്ന് മമതയും വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം അംഗീകരിക്കാൻ ഇനിയും തയ്യാറാകാത്ത മമതാ ബാനർജിയെ എന്തു പറഞ്ഞ് അനുനയിപ്പിക്കും എന്നതാണ് പ്രതിപക്ഷ കക്ഷികളുടെ ഏറ്റവും വലിയ പ്രശ്നം. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് താൻ രാജിവെക്കില്ല, രാജ്ഭവനിലേക്ക് പോകില്ല എന്നൊക്കെയാണ് മമതയുടെ നിലപാട്. മമതയുടെ ഈ നിലപാട് അസാധാരണമായ ഒരു ഭരണഘടനാ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഗവർണർ RN രവിയുടെയും ഒരുപക്ഷെ സുപ്രീം കോടതിയുടെയും പരിഗണനയിലേക്ക് ഈ വിഷയമെത്തും. BJPയെ 15 വർഷമായി ബംഗാളിന് പടിക്ക് പുറത്തു നിർത്തുന്നതിൽ മമതാ ബാനർജി വിജയിച്ചിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയം അവരെ ഒരു തെരുവ് പോരാളിയുടെ മട്ടിലാക്കി. ഇന്ത്യയിൽ ഇത്തരമൊരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നതാണ് കീഴ്വഴക്കം. എന്നാൽ ഭരണഘടനയിൽ ഇത് വ്യക്തമായി പറയുന്നില്ല. സമാധാനപരമായ അധികാര കൈമാറ്റത്തിന്റെ കാതലായ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം രാജിവെക്കുക എന്നത് കീഴ്വഴക്കവും മര്യാദയും. ഒരു മുഖ്യമന്ത്രിക്ക് തന്റെ സ്ഥാനത്ത് തുടരണമെങ്കിൽ നിയമസഭയുടെ വിശ്വാസമുണ്ടാവണം. അടുത്ത 48 മണിക്കൂറുകൾ പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. ഗവർണർ എടുക്കുന്ന ഏത് തീരുമാനത്തിന് പിന്നിലും കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ടാകും. നാളെ അമിത്ഷാ കൂടി കളത്തിലിറങ്ങുന്നതോടെ സ്ഥിതിഗതികൾ കൂടുതൽ കലുഷിതമാകും. BJP കട്ടയ്ക്ക് തന്നെ ഇറങ്ങിപ്പോകാനാണ് അവർ മമതയോട് ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.